എന്റെ അമ്മേ. അച്ഛൻ കല്യാണം കഴിച്ചല്ലേ സാർ പ്രശ്നമായത്. അതുകൊണ്ടല്ലേ ഞങ്ങൾ ഉണ്ടായത്. ഇല്ലെങ്കിൽ ഈ ലോണും ബാധ്യതയൊക്കെ ഉണ്ടാവുമോ സാർ? അത് വളരെ ശരിയാണ്. എന്താ തന്റെ അച്ഛന്റെ പേര്? വലിയ പേരാ, രാജഗോപാലൻ തമ്പി. ഭരതകലാക്ഷേത്രം രാജഗോപാലൻ തമ്പി. ഭരതകലാക്ഷേത്രം രാജഗോപാലൻ തമ്പി. ആ, അമ്പലക്കര ഭരതകലാക്ഷേത്രം. അല്ല സാറ് കേട്ടിട്ടുണ്ടോ, അറിയോ? അയാൾക്കും ഒരു ലോണുണ്ട്. അച്ഛനും ലോണുണ്ടാ? വെറുതെ അല്ലട്ടോ ഞങ്ങൾക്ക് ഈ സ്വഭാവം വന്നത്. സാറ് വരൂ. ഇതാ നല്ല സെറ്റപ്പ് ആണല്ലോ. ബാങ്കിനൊരു മുതൽക്കൂട്ട് തന്നെ. ബാങ്കിന് മുതൽ കൂട്ടിയിട്ട് സാറിന് എന്താ ഒരു നേട്ടം? സാർ ഇരിക്കെ, ഞാൻ ജപ്തിയാണല്ലോ മുതലിനൊക്കെ വിളിച്ചിട്ട് വരാം. ചെല്ലങ്ങട്, ലോൺ എടുത്തിട്ട് മുങ്ങിടക്കല്ലേ. ഇതാണ് ലോണച്ചൻ, ലോൺ എടുക്കുന്ന അച്ഛൻ. ദയവ് ചെയ്ത് ലോണിന്റെ പേരിൽ തമ്മിൽ തല്ലരുത് പ്ലീസ്. എന്തടാ ഇത്? നീ കിളവനായി പോയല്ലോ. ഡൈ ചെയ്ത് കൂടെ? ഡൈ ചെയ്യാനോ? മക്കളൊക്കെ പോത്തുപോലെ വളർന്നു. ചേട്ടന് ഉദ്ദേശിച്ച നിന്നെ ഇവനാണോ നീ സോപ്പിട്ട് കൊണ്ടുവന്ന ഓം ഗുഡ്സ്മാൻ? നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ? ഇവന്റെ വായിന്ന് വീണ ഒരു വാക്കാ എന്നെ ഇവിടെ എത്തിച്ചത്. ഭരതകലാക്ഷേത്രം കേട്ടോടാ, ഭരതകലാക്ഷേത്രം. ഞാനിപ്പോ കൊണ്ടു നടക്കുന്നേ. നീ കൊണ്ടു കിടക്കല്ലോ, കൊണ്ട കളയല്ലേ. ഇമേജുകളല്ലേ. അംബികേ, അമ്മക്കേ അല്ല അമ്മേ. അംബികേ, ഇതാരാണെന്ന് മനസ്സിലായോ? ബാലു. ഞാൻ എപ്പോഴും പറയാറില്ലേ, പാലക്കാടൻ പട്ടരെ. കുടിക്കാൻ എന്താ? ഏയ്, അദ്ദേഹം കുടിക്കില്ല. സംഭാരം മതി. ഒരു മാറ്റവും ഇല്ല. സംഭാരം എടുത്തോണ്ട് വാ. എന്തായാലും വളരെ കാലത്തിന് ശേഷം ആത്മാർത്ഥ സുഹൃത്തുക്കൾ കണ്ടുമുട്ടിയ സന്ദർഭം കൊള്ളാം. ജപ്തി. ജപ്തിന്ന് പറയുമ്പോ അതൊക്കെ അങ്കിൾ എഴുതി തള്ളി. എന്താ ചേട്ടാ, മറിഞ്ഞേക്കാതെ മടിച്ചേക്കാതെ കടന്നു വരും. നമ്മുടെ ലോണൊക്കെ ബാങ്ക് എഴുതി തള്ളി. തള്ളി. ആര് തള്ളി? എവിടെ തള്ളി? എങ്ങോട്ട് തള്ളി? തള്ളിയില്ല. ഒരു ഉളുപ്പില്ല. അത് പറയുന്നത് കേട്ടില്ലേ? ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഒന്നും പറയണ്ട. തന്റെ ഇപ്പോഴത്തെ നിലയും വിലയും വെച്ചുള്ള ഒരു സൗജന്യം എനിക്ക് വേണ്ട. തിരിച്ചടവിന്റെ വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. ഇത്തിരി സാവകാശം വേണമെന്നേ ഉള്ളൂ. ടൗണില് കുറച്ച് സ്ഥലമുണ്ട്. അത് വിറ്റാ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. ഇതൊക്കെ ഈ മക്കൾ എന്തുമാത്രം പോകും നോക്കിയിരിക്കുകയായിരുന്നു ഞാൻ. ഇതാണ് അച്ഛന്റെ കാര്യം. മനസ്സിലുള്ളതൊന്നും തുറന്നു പറയില്ല. നമ്മുടെ കുടുംബത്തിന്റെ മാനം കാത്തല്ലേടാ. പിന്നെ ആരുടെ മാനം കാത്തു? എടാ, ആരുടെ മാനം കാത്തെന്ന്? എന്താ വരുന്നു. ഒറ്റയ്ക്ക് പറ്റില്ലെന്നോ? ഞാൻ വരാം. ഊണ് കാലമായിട്ടില്ല. അവിടെ നിൽക്കേ, അവിടെ നിക്കല്ലേ മുള്ളിപ്പോ. എനിക്കുണ്ടായ 2 റയർ പീസസ് ആണ്. ഇനി എന്റെ ഏക പ്രതീക്ഷ ഇവളാ. എന്റെ അവന്റെ പ്രതീക്ഷ ഇവളിലല്ല, ഇവളെ കെട്ടിക്കാൻ വെച്ചിരിക്കുന്ന സ്വർണത്തിലാ. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനീ നാട്ടിൽ തേടി നടപ്പൂ. മനഃപൂർവ്വം ഫൈനാൻസിയേഴ്സ് ഗോൾഡ് ലോൺ എടുപ്പിക്കുന്നു. ഇതെന്റെ മൂത്ത മരുമോളാ, മീനു. ടീച്ചറാ, വലിയ തറവാട്ടുകാരാ. ഇവക്കൊരു നല്ല ചെറുക്കനെ കിട്ടാൻ വേണ്ടി ലോകം മുഴുവൻ അന്വേഷിച്ച് നടന്ന അവളുടെ വീട്ടുകാര് അവസാനം കണ്ടെത്തിയ മുതലാണ് എന്റെ മോൻ, മൂത്ത മോൻ ബാബു. എനിക്കല്ലേ ഇരിക്കേ, 2 എണ്ണം ചെല്ലാണ്ട് ചോറങ്ങനെ ഇറങ്ങില്ല അല്ലേ? അവിടെ ആവേശം വേണ്ട, പട്ടിണി കിടന്ന് ചാവും. ഇന്ന് ഫാദേഴ്സ് ഡേയാ. കേട്ട കഴിക്കേ. കൂട്ടുകാരന്റെ കുടുംബവിശേഷം ഒന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ, വലിയ കോടീശ്വരിയെ അല്ലയോ കല്യാണം കഴിച്ചിരിക്കുന്നത്. ഇനി എന്തറിയാൻ? പൂരം, പൊടി പൂരം. മോളെന്ത് ചെയ്യുന്നു? ഫാഷൻ ഡിസൈനിങ് കഴിഞ്ഞു. ഇപ്പൊ കമ്പനി റെഡിമെയ്ഡ് സെക്ഷന്റെ ഇൻചാർജ് അവൾക്ക്. കേട്ടോടാ, കേട്ട് പഠിക്കേ. 10-18 വയസ്സേ ആയുള്ളൂ. അതിനാണ് ഉത്തരവാദിത്വ ബോധം എന്ന് പറയുന്നത്. ഈ അങ്കിളിനെ പോലെ അച്ഛനും ഒരു കോടീശ്വരെ കെട്ടിയിരുന്നെങ്കിൽ അതുപോലെ ഒരു ഉത്തരവാദിത്ത സ്ഥാനത്തിരുന്ന് ഞങ്ങളും ഭരിച്ചേനെ അല്ലേട്ടാ. അമ്മ ഒരു കോടീശ്വരനെ കിട്ടിയാലും മതിയായിരുന്നു. ആവശ്യമില്ലാത്തടത്തൊക്കെ ഒരു അന്തരമായിട്ട് ഇറങ്ങിയിരിക്കുക തന്തപ്പടി. അന്നെ മുടക്കി ദേ ഒരു മയത്തിലൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഇത് നടന്നേനെ. അങ്ങേരെ തലയ്ക്കത്ത വല്ല ഓളം ഉണ്ടോ? ഒരു ഗതി നിന്നെ പോലെ നാടകക്കാരൻ മോളെ കെട്ടിച്ചേരാ. എടാ ചേട്ടൻ തണ്ടി, വെറുതെ അല്ലടാ നിന്റെ കമ്പനി പൂട്ടിയേ. ഇനി വാടാ നീ കമ്പനി. ഗുഡ് മോർണിംഗ് മാഡം. രാമകൃഷ്ണന്റെ കേസിന്റെ വിധി എന്തുകൊണ്ട് എന്നെ ഇൻഫോം ചെയ്തില്ല? സോറി മാഡം. വക്കീൽ എവിടെ? അപ്പീലിന് വേണ്ടി കേസ് പഠിച്ചോണ്ടിരിക്കുക. ആരും ഡിസ്റ്റർബ് ചെയ്യരുതെന്ന് പറഞ്ഞു. മിസ്റ്റർ പണിക്കർ, Under the circumstances, I humbly pray for your justice, Your Honor. എന്റെ പ്രതിയെ തൂക്കിക്കൊല്ലരുത്, പ്ലീസ്.
സോറി മാഡം, ഞാൻ കോടതിയിലാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇഡിയറ്റ്. താങ്ക് യു. മാഡം, ഉറക്കം കൊണ്ട് പണി പോയോ മാഡം? രാമകൃഷ്ണന്റെ കേസ് നമ്മൾ എന്തുകൊണ്ട് തോറ്റു? ആ എതിർകക്ഷിയുടെ വക്കീലിന്റെ തലയിൽ ഇത്രയും വലിയ ബുദ്ധിയുണ്ട് ഞാൻ കരുതിയില്ല. ഇല്ലെങ്കിൽ ഞാൻ നമ്മുടെ കേസ് വേറെ വല്ല നല്ല വക്കീലിനെ വെച്ച് വാദിക്കില്ലേ? പണിക്കരേക്കാൾ ബുദ്ധിമാനായ മറ്റൊരു വക്കീലോ? ഫൈനൽ ആർഗ്യുമെന്റിന് താൻ എവിടെയായിരുന്നു? അതൊന്ന് മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ പുതിയ പടത്തിന്റെ റിലീസായിരുന്നേ. ഫസ്റ്റ് ഷോ ഞാൻ കണ്ട്. ഞാനാ ഇപ്പൊ ഓൾ കേരള ഫാൻസ് അസോസിയേഷന്റെ പുതിയ പ്രസിഡന്റ്. You are dismissed. എടീ, ഒരു പാമ്പിനെയാണ് നീ നോവിച്ചത്. അതും വെറും പാമ്പല്ല, മൂർഖൻ. അതും വെറും മൂർഖനല്ല, കരിമൂർഖൻ. നിന്റെ ആങ്ങളക്ക് ഇത് എന്ത് പറ്റി? നിങ്ങൾക്ക് ഇത് എന്ത് പറ്റി മനുഷ്യ? എടീ, എന്റെ ഈ വലത്തേക്കറിനെ താഞ്ഞടിച്ച ആ മൂദേവിയുടെ കരങ്ങൾ കൊണ്ട് എന്റെ ഈ വലത്തേക്കാലം ഞാൻ പിടിപ്പിക്കും. പിടിപ്പിക്കണം. എന്നെ പുറത്താക്കിയതിന്റെ കൊടുനഷ്ടം അവൾ അറിയണം. അറിയിക്കണം. എങ്കിൽ നിങ്ങൾ ഒരാണാണെന്ന് ഞാൻ പറയും. ഇല്ലെങ്കിൽ നീ പറയില്ലേ? ഇത്രയും നാളും കൂടെ കിടന്നിട്ട് നിനക്ക് വിശ്വാസമില്ലേ ഞാൻ ഒരാണാണെന്ന്? അതല്ല മനുഷ്യ, പിന്നെ വാശി എനിക്കുണ്ടെന്ന് പറയായിരുന്നു. നിങ്ങൾക്ക് അവളെ ഒന്ന് തിരിച്ചടിക്കാമായിരുന്നില്ലേ? എടീ, അവർക്ക് എന്നെ അടിക്കാം, പക്ഷെ ഞാൻ തിരിച്ചടിച്ചാൽ കേസ് വേറെയാണ്. കേട്ടിട്ടില്ലേ? പീഡനം. ഏട്ടാ, ആ രാജമല്ലികയ്ക്ക് അവരെക്കാൾ അഹങ്കാരിയായ ഒരു മകളില്ലേ? ഒരു ഭൂലോക രംഭ. പിന്നെ ഈ ഭൂലോകം തന്നെ അവളുടെ കൈവെള്ളയിലാണെന്ന് അവളുടെ വിചാരം. അവളാണ് എന്റെ ടാർഗറ്റ്. നീയാണെടി എന്റെ യഥാർത്ഥ പെങ്ങൾ. രാജമല്ലികയുടെ മകൾ രാജലക്ഷ്മി സമ്പത്ത് കുമിഞ്ഞുകൂടി തലയ്ക്ക് മത്തുപിടിച്ച് പുരുഷവർഗത്തെ കാൽച്ചൂട്ടിലിട്ട് മെതിക്കുന്ന രാജമല്ലികയുടെ പട്ടി ചവിട്ടി താഴ്ത്താനുള്ള തുറുപ്പ് ചീട്ട് രാജലക്ഷ്മി. ഓ, എന്റെ തലയിൽ കുശാഗ്ര ബുദ്ധി തെളിയുന്നടി. ആ ഭൂലോകരംഭയുടെ ജീവിതത്തിലേക്ക് ഒരു പരമ ചെറ്റ കടന്നു വന്നാൽ വണ്ടർഫുൾ ഐഡിയ. താങ്ക് യു. നീ കണ്ടോ പണിക്കരുടെ പ്രതികാരം? അതിനു പറ്റിയ ഒരു പരമ ചെറ്റയെ എനിക്ക് ഉടനെ കണ്ടുപിടിക്കണം. എനിക്ക് പണിയായല്ലോ. നമ്മുടെ ബാഗ് എടുത്തിട്ട് ഓടുന്നടാ. പെണ്ണും പിള്ള ജോലി ചെയ്യാനും സമ്മതിക്കില്ല. ഭദ്രമായിട്ട് ഇവിടെ ഇരുന്നു. ഡ്രൈവർ ഞാനാ, വണ്ടി സ്റ്റാർട്ട് ചെയ്തോ. പോലീസ്, പോലീസ്. അയ്യോ, ഞാൻ പോലീസ് അല്ല. കള്ളൻ, കള്ളൻ, അയ്യോ, പോലീസ്. ഞാൻ കള്ളനുമല്ല. പോർട്ടർ, പോർട്ടർ. ഈ കൂലി 7-ാം കൂലിയല്ല, വെറും കൂലി. പിന്നെ എന്തിനാ നീ പെട്ടിയെടുത്ത് ഓടിയത്? എന്നിട്ട് അത് കൊണ്ടുവന്ന് എന്തിനാ ടാക്സിയിൽ വെച്ചത്? അയ്യോ, ഞങ്ങൾ പോർട്ടർമാർ ഇങ്ങനെ പെട്ടി കണ്ട വിടില്ല. എന്റെ കൂലി തന്നിട്ട് സാറന്മാര് ടാക്സിയിൽ കയറി പോയാട്ടെ. ഞങ്ങൾക്ക് ഈ ടാക്സിയിൽ പോണ്ടെങ്കിലോ? സാറിന് ടാക്സി വേണ്ടെന്ന്. അതിലൊന്ന് കയറിയാൽ എന്തായിരുന്നു? മോനെ, ഒരു നിമിഷം. അതെ, ഈ സാറന്മാരുടെ പെട്ടി ആ വണ്ടിക്കകത്തായി പോയി. ഞാൻ ഒന്ന് പോയി എടുത്തിട്ട് വരട്ടെ. ഒരു 5 മിനിറ്റ്. പെട്ടിയായിട്ട് വരുമ്പോ ഇവിടെ തന്നെ കാണണേ. ഞാൻ കള്ളനാന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായില്ലല്ലോ. ഏയ്, ഈ ബൈക്ക് പൊളിച്ചടിക്ക് വിറ്റേക്ക്. പെട്ടിയിൽ വല്ലതും ഉണ്ടോടെ? നോക്കട്ടെ. എല്ലാം തുള വീണത്. യുവന്മാർക്ക് എന്താ പഴയ ജെട്ടിയുടെ കച്ചവടം ഉണ്ടോ? ദൈവമേ, എന്നെ തപ്പി എങ്ങാനും വന്നതായിരിക്കും. ഇത് നമ്മുടെ വാസുചേട്ടനല്ലേ? ഇതാണ് ഞാൻ പറഞ്ഞ സർവ്വഗുണങ്ങളുള്ള മറ്റേ ആള്. തരികിടയാണല്ലേ? അല്ല, ഒരു തരികിടയെ തേടി വന്നതാണ്. കോടീശ്വരിയായ ഒരു പെൺകുട്ടിയെ നിനക്ക് കെട്ടിച്ചു തരാം. സാറിന്റെ മോളോ പെങ്ങളോ? എന്താ വയറ്റിലെങ്ങാനും ഉണ്ടായോ? എടാ വാസു, ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. അതെ, വധു സാറിന്റെ മകളല്ല, സാറിന്റെ ശത്രുവിന്റെ മകളാണ്. ബാറുകൾ, കാറുകൾ, നക്ഷത്ര ബംഗ്ലാവുകൾ എല്ലാം നിനക്ക് സ്വന്തമാക്കാം. ഞാൻ പറയുന്നത് പോലെ അനുസരിക്കുകയാണ്. എന്നാ ഇപ്പൊ തന്നെ പോവാം. 2 പെറ്റതാണെങ്കിലും കുഴപ്പമില്ല. നീ ഉദ്ദേശിക്കുന്ന പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമല്ലടേ. ആദ്യം നീ അവളൊന്ന് വളയ്ക്കണം. വളയ്ക്കാം. ഈ കോലത്തിൽ അവള് വളയില്ല. എനിക്ക് എന്താണ് ഒരു കുറവ്? നിനക്ക് കുറവേ ഉള്ളൂ. കൂടുതലില്ല. നിന്റെ ക്വാളിഫിക്കേഷൻ എനിക്ക് ഇഷ്ടമായി. പക്ഷേ പെണ്ണിനെ ഇഷ്ടപ്പെടണമെങ്കിൽ നിന്റെ ഭാഷ, നിന്റെ വേഷം, നിന്റെ നടത്തം, നിന്റെ രൂപം ആകെ അടിമുടി ഒന്ന് മാറണം. നീ ഒരു കോടീശ്വരനായി മാറണം മോനെ. എന്നാലും എന്റെ താങ്ങും തണലും അല്ലേ ആ കള്ളം കട്ടണ്ടു പോയത്? എന്ത് ജെട്ടി? അയ്യേ, അപ്പൊ നീ ഇപ്പോ? ഇല്ലെന്നേ, ആ കള്ളം കട്ടണ്ട ബാഗിലായിരുന്നില്ല അത്. ഏതായാലും റിസോർട്ടിൽ മുറിയെടുത്ത് വലിയ മണ്ടത്തരമായി പോയി. എടാ, ഇത് രാജക്കാരുടെ റിസോർട്ടല്ലേ? ആ ഗ്രൂപ്പിലെ കംപ്ലീറ്റ് ആൾക്കാരുടെ വിഹാര കേന്ദ്രമാണിത്. എടാ, നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്യാൻ യാദൃശ്യമായിട്ട് അവളെ കാണാനും പരിചയപ്പെടാനൊക്കെ സാധിക്കും. എടാ, നമുക്ക് ഊണ് കഴിക്കണമെങ്കിൽ 2 എണ്ണം കഴിക്കാം. അല്ല,
ഹലോ പിന്നെ വിളിക്കൂ, ഞാൻ ഒരുപാട് മീറ്റിംഗിലാണ്. അതെ അതെ അതെ. ഓക്കെ. ഹായ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ഹൗ ഓൾഡ് ആർ യു? ഓക്കെ. എവിടെയോ നമ്മൾ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. ബസ് സ്റ്റാൻഡ്, ചന്ത, റെയിൽവേ സ്റ്റേഷൻ എന്നിവിടങ്ങളിൽ ഞാൻ പോകാറില്ല. ബട്ട് ഐ ആം എ കോടീശ്വരൻ. കണ്ണിൽ കണ്ടാൽ ഹംസ മുതലാളി എന്ന് വിളിക്കും. ആരെ? എന്നെ. ഓ സർ ഓർഡർ പ്ലീസ്. ആള് മുന്നിൽ നിൽക്കുമ്പോ എങ്ങനെയാ ഓടുന്നത്? സർ ഓർഡർ. പ്ലീസ് ഞാനൊന്ന് ഓർഡർ ചെയ്യട്ടെ. ഒന്ന് അവിടെ എവിടെയെങ്കിലും ചെന്നിരിക്കൂ. കോടീശ്വരന്മാരെ ഇങ്ങനെ ശല്യം ചെയ്യരുത് പ്ലീസ്. ഓക്കെ 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 ഓക്കെ. മണ്ടന്മാർക്ക് എന്നെ മനസ്സിലായില്ല എന്ന് തോന്നുന്നു. അവൻ തന്നെയല്ലേ ഇവൻ? അവൻ തന്നെയാ. അവൻ എവിടം വരെ പോകും നോക്കാം. പ്രിയപ്പെട്ട എല്ലാ റോസ് ക്ലബ് അംഗങ്ങളും ആ പെട്ടിക്കള്ളം നമ്മളെ വിരലേര് നിർത്തിയിട്ട് മുങ്ങി. എടാ ദേ അവൻ